ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ വന്നിരിക്കുന്നത് പിക്സലിൻ്റെ ഒരു പരിപാടി കാണിച്ചു തരാനാണ്. പിക്സലിൻ്റെ ബഡ്സ് 2A എന്നാണ് ഇതിൻ്റെ പേര്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. നിങ്ങൾക്ക് ചെറിയ പെട്ടി കാണുന്ന പോലെ തന്നെ വളരെ ലുട്ടാപ്പി ആയിട്ടുള്ള ഒരു ചുണ്ണാമണി ആയിട്ടുള്ള ഒരു TWS ആണ് നമ്മൾക്ക് പിക്സൽ തരുന്നത്. ഇത്രയേ ഉള്ളൂ സൈസ്. സ്മോൾ ആൻഡ് ഹമ്പിൾ ആൻഡ് ക്യൂട്ട്. ഞാൻ ചെവിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഊരി വെക്കട്ടെ. അപ്പം ഈ സാധനം ഞാൻ മേടിച്ചത് IT നെറ്റിൽ നിന്നാണ്. നമ്മുടെ പനമ്പള്ളി നഗറിലെ ഫൈസലിക്കാർ IT നെറ്റിൽ. അവിടെ ഇപ്പം പിക്സലിൻ്റെ സകല സാധനം കിട്ടും. നിങ്ങൾക്ക് പിക്സൽ 10A വേണോ, പിന്നെ 9A വേണോ, 10 Pro വേണോ, എന്തിന് വേണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഓതറൈസ്ഡ് ഡീലേഴ്സാണ്. അവരുടെ അടുത്ത് പോയാൽ കാര്യം കിട്ടും. ഇന്ത്യയിൽ ഈ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഓതറൈസ്ഡ് ഡീലർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കൊച്ചിക്കാരനായതുകൊണ്ട് ഞാൻ അവിടെ പോയപ്പം ഞാൻ അത് കണ്ടപ്പം ഇത് മേടിച്ചപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് മേടിക്കാൻ 12,000 രൂപയാണ് എൻ്റെ വില വരുന്നത്. ആൻഡ് ഞാൻ യൂഷ്വലി പിക്സൽ ഡിവൈസസ് മേടിച്ചുകൊണ്ടിരുന്നത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് ഒന്നും ഓർഡർ ചെയ്യാൻ വയ്യ. അതെന്തൊരു കോമഡിയാണെന്ന് ഫ്ലിപ്കാർട്ടിലുള്ളവന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ. അതാണ് അവസ്ഥ. ഞാൻ അമ്മമാരുടെ അടുത്ത് മറ്റേ ടെക് സപ്പോർട്ടൊക്കെ ചോദിച്ചാൽ അമ്മമാർ എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി വരെ ഞാൻ സാധനം ഓർഡർ ചെയ്തു. ഫെബ്രുവരി അല്ല, ജാനുവരി വരെ ഞാൻ മറ്റേ മസ്റ്റാങ്ങിൻ്റെ ഒരു കൂതറ വാച്ചില്ലായിരുന്നു, അതൊക്കെ ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഈ ബോൾട്ടൊക്കെ അവിടെ കിട്ടുള്ളൂ ഫ്ലിപ്കാർട്ട് വഴി. അങ്ങനെ പിക്സൽ, ഞാൻ എൻ്റെ പിക്സൽ ഫോൺ ആയിക്കോട്ടെ, എന്ത് പിക്സൽ സാധനങ്ങളും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് പോയി കിട്ടി. എന്തൊരു കോമഡിയാണെന്ന് ഒരു പിടിയുമില്ല. എൻ്റെ ഈ പിൻകോഡിലോട്ട് അവന്മാർ സെൻഡ് ചെയ്യൂലാന്ന്. ആമസോൺ നല്ല അന്തസ്സായിട്ട് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെന്തടേ ഫ്ലിപ്കാർട്ടിന് കടി? ഒരു പിടിയുമില്ല. അതുകൊണ്ട് ഞാൻ IT നെറ്റിൽ നിന്നാണ് മേടിച്ചത്. 12,500 രൂപയായി. സാധനം തന്നെ പെട്ടിയുണ്ടോ, നല്ല ക്യൂട്ട് പെട്ടിയല്ലേ. ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ തുറക്കാം. ഇങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ ബഡ്സ് ഉണ്ടായിരുന്നു, ഞാൻ അതങ്ങ് എടുത്ത്. അയ്യോ, നമുക്ക് എക്സ്ട്രാ സ്മോൾ ലാർജ് എന്നൊക്കെ പറഞ്ഞ് ഇയർ ടിപ്സ് വരുന്നുണ്ട്. അത് മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പം അതിൻ്റെ ഒരു തീരുമാനമായല്ലോ, കഴിഞ്ഞ്. ഇനി നമുക്ക് ബഡ്സിലോട്ട് കിടക്കാം. വളരെ ചെറുതും ക്യൂട്ടുമായിട്ടുള്ളൊരു ബഡ്സാണ് വരുന്നത്. തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പെയറിംഗ് ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് പരിപാടി വരുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ തന്നെ മനോഹരമായ ഒരു ജെംസ് മുട്ടായി പോലെ ഇരിക്കുന്ന TWS നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമാണ്, വളരെ രസകരമായ ഒരു ഐറ്റമാണത്. ഇത് നമുക്ക് റൈറ്റ് വെക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുക. ആദ്യം വെച്ചതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ലോക്കാവും. അത് തന്നെയാണ് ഇവിടെയും പരിപാടി. ഇത് വയ്ക്കുക, ആദ്യം വയ്ക്കുക, ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക, സെറ്റായി. ഇനി നമ്മൾ ഓടുകയാണെന്ന് വിചാരിക്കുക. ഓടുന്നു, ചാടുന്നു, പാട്ട് കേൾക്കുന്നു, ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന സമയത്തൊന്നും ചെവിയിൽ നിന്ന് ഈ സാധനം ഇളകി പോവില്ല. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ IP54ൻ്റെ വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ജിമ്മിലൊക്കെ വെച്ചുകൊണ്ട് പോകും, കുഴപ്പമൊന്നുമില്ല. ഞാൻ പേഴ്സണലി ഇങ്ങനത്തെ സാധനങ്ങൾ ജിമ്മിൽ വെക്കാറില്ല. എസ്പെഷ്യലി ചെവിയുടെ അകത്ത് മറ്റേ ഈ സിലിക്കൺ വരുന്നത് ഞാൻ ഓപ്പൺ ഇയേഴ്സാണ് വെക്കുന്നത്. ബിക്കോസ് എൻ്റെ രീതിയിൽ ഞാൻ ജിമ്മൊക്കെ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ പ്രഷറിലായിരിക്കും, നല്ല ബ്ലഡ് പ്രഷറൊക്കെ നല്ല ജില്ലായിരിക്കും. ആ സമയത്ത് ഈ എല്ലാ ഓട്ടകളും ഫ്രീ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അപ്പോൾ ഈ ചെവി അടയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് പലർക്കും അത് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതിലൊരു മെഗാ സ്പെഷ്യാലിറ്റി ഉണ്ട്. നമുക്ക് ആ മെഗാ സ്പെഷ്യാലിറ്റി ആദ്യം പറയാം. ഇതിൻ്റെ കേസിൻ്റെ ബാറ്ററി നമുക്ക് മാറ്റാം. യെസ്, ആക്ച്വലി നിങ്ങൾക്ക് തന്നെ മാറ്റാം. ഈ അകത്തുള്ള 2 സ്ക്രൂ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഇളകി വരും. ഇങ്ങനെ പ്ലക്കനെ ഇളക്കാം. എന്നിട്ട് ഒരു ഇതുണ്ട്, ഒരു വലിക്കുന്നൊരു സ്ഥലമുണ്ട്. അത് വലിച്ചു കഴിഞ്ഞാൽ ബാറ്ററി കാണാൻ പറ്റും. നിങ്ങൾക്ക് പ്രശ്നം കോമഡിയാണ്. നിങ്ങൾക്ക് ഈ സാധനം ബാറ്ററി നമുക്ക് തന്നെ മാറ്റാം. പക്ഷേ ഈ ബാറ്ററി സൈറ്റിലൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ മാറ്റുമെന്ന്. നമുക്കിത് സർവീസ് സെൻറ്ററിൽ അയക്കാം, അവർ മാറ്റി തരും, പൈസ കൊടുത്താൽ മതി. അതേ ഉള്ളൂ ഓപ്ഷൻ. പക്ഷേ സാധനം മാറ്റാം, കേസിലെ ബാറ്ററി മാറ്റാം. ചെവിയിരിക്കുന്ന സാധനത്തിൻ്റെ ബാറ്ററി ഒന്നും മാറ്റാൻ പറ്റില്ല. ഇതിൽ ഞാൻ സൈറ്റിൽ കയറി നോക്കിയപ്പം ഇതിൻ്റെ ഒരെണ്ണം കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ മേടിക്കാം. അവിടെ 2,000 രൂപ എന്തിനും ഉണ്ട്. ആ പൈസയ്ക്ക് യു ക്യാൻ ബൈ ദിസ്. ഒരെണ്ണം പോയാൽ ഒരെണ്ണം മേടിക്കാം. അത് 2 മേടിച്ച് കഴിഞ്ഞാൽ പുതിയതായില്ലേ ഇല്ലേ, എനിക്കൊരു ഫീലിംഗ്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അത് മേടിക്കാൻ പറ്റും. ഇതിൻ്റെ ബാറ്ററി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അമ്മമാർ ബാറ്ററി മാറ്റി കയറ്റും, കാശ് കൊടുത്താൽ മതി. അപ്പം അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ബാക്കിയുള്ള ഒരു ബ്രാൻഡും നമുക്ക്
ഒരു TWSൻ്റെ ബാറ്ററി കുറഞ്ഞാലും ഒന്നും അത് മാറ്റി തരുന്നില്ല, അവർ പൈസ ആവാൻ പറയും. തേർഡ് പാർട്ടി മാറ്റാ നിങ്ങളിഷ്ടം. പക്ഷേ ഒഫീഷ്യലായിട്ട് പിക്സൽ നമുക്ക് ബാറ്ററി മാറ്റാനുള്ളൊരു സെറ്റപ്പ് തരുന്നുണ്ട്. ഒൺലി ഓൺ കേസ് കേട്ടോ, ഇതിലല്ല. അതൊന്നും എല്ലാവരും ഒന്ന് കേട്ടോണം. പിന്നെ നമുക്ക് പിക്സലിൻ്റെ ഫോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നൈസായിട്ടുള്ളൊരു ഇൻറ്റഗ്രേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ഉറപ്പാണ് എല്ലാ ഫോണും. ഇപ്പം വൺപ്ലസിൻ്റെ ബഡ്സ് ഉണ്ട്, സാംസങ്ങിൻ്റെ ബഡ്സ് ഉണ്ട്, ഐഫോണിൻ്റെ ബഡ്സ് ഉണ്ട്. അത് നമ്മൾ ആ ഫോണിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു എഡ്ജ് ഉണ്ട്. അത് പറയണ പോലെ തന്നെ നിങ്ങൾ പിക്സൽ ഡിവൈസസ് മേടിക്കുകയാണെങ്കിൽ നിങ്ങളത് മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അല്ലാത്ത പക്ഷം സാറ്റിസ്ഫൈഡാണ്. ഞാൻ OnePlus വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്, എനിക്ക് വലിയ മോശമൊന്നും തോന്നിയില്ല. എന്താണെങ്കിലും വളരെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്യട്ടെ. അപ്പം നമ്മൾക്ക് വേണ്ടത് പിക്സൽ ബഡ്സ് എന്ന് പറയുന്ന ഈ സാധനമാണ്, ആപ്പ്. ഈ ആപ്പ് വേണം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ നോയ്സ് ക്യാൻസലേഷൻ, ട്രാൻസ്പെറൻസി ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ടച്ച് കൺട്രോളാണ് കേട്ടോ. അതായത് പാട്ട് പോസ് ചെയ്യാനും ഇത് സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പിന് പാട്ട് ചാടുക, ആ പരിപാടി വരുന്നത്. ലോങ് പ്രസ്സിന് ഒന്നെങ്കിൽ ഈ സൈഡിൽ നമുക്കിപ്പം ANC കൊടുക്കാം, അതും നല്ല റെസ്പോൺസീവ്. പിന്നെ ഈ സൈഡ് നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ ഗൂഗിൾ ജെമിനി ചാടി വരും. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് ഗൂഗിൾ ജെമിനിയാണ്. ടച്ച് ഞാൻ നേരത്തെ കാണിച്ചതെന്ന പോലെ ടച്ച് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ സൗണ്ടിൽ ഇയർ ടിപ്പ് സീൽ ചെക്ക്, അതായത് നമ്മുടെ വെച്ചിരിക്കുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് സീൽഡാണോ എന്ന് പറയുന്ന സാധനമാണ്. ഇക്വലൈസർ താണ്ട് ഈ കാണുന്ന പോലെയാണ്. പാട്ട് കേൾക്കുമ്പോൾ ക്വാളിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് വലിയ കുഴപ്പമില്ല, ഭയങ്കര ബേസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ബട്ട് ഇറ്റ്സ് നോട്ട് ബാഡ്. ഞാൻ പറയും. പിന്നെ ഇതിൻ്റെ അത് ഹൈ എൻഡ് കോഡൊക്കെ ഒന്നുമില്ല. LDAC, LHDC അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ആപ്റ്റെക്സ് HD, SBC, ASC അത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നൈസായിട്ടുണ്ട്. ഈ SBC, ASC ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബാറ്ററി ലൈഫ് കിട്ടും. മറ്റേത് ഹൈ എൻഡ് കോഡൊക്കെ വിത്ത് ANC ഒക്കെ ഇടുമ്പം ഇതിപ്പം വിത്ത് ANC നമുക്ക് ഏകദേശം 7 മണിക്കൂർ 6 മണിക്കൂർ നമുക്ക് സിംഗിൾ ചാർജിൽ കിട്ടും. നിങ്ങളതിൽ ഹൈ എൻഡ് കോഡൊക്കെ കൂടെ ഉണ്ട് 5 മണിക്കൂറൊക്കെ ചാടും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ AC ആയതുകൊണ്ട് അത്യാവശ്യം ബാറ്ററി ഒന്നും വലിക്കൂല. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. എനിക്കറിയാം നിങ്ങൾ തന്നെ പറയും, ഇപ്പോൾ 5000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് ഉണ്ടല്ലോ ഇവിടെ ഹൈ എൻഡ് കോഡൊക്കെ എന്നൊക്കെ. നിങ്ങളത് വേണമെങ്കിൽ അത് മേടിച്ചോ. ഞാൻ പറഞ്ഞില്ല, ഇത് പിക്സൽ യൂസേഴ്സിന് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിടുന്ന വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ സ്റ്റെം ഡിസൈൻ അല്ല, അതായത് മറ്റേ ഇവിടെ നിന്ന് ഒരു കുറ്റിയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൈക്ക് ക്ലാരിറ്റി മോശമാണ്. കിടില മൈക്ക് ക്ലാരിറ്റി, നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ജില്ലായിട്ട് അപ്പുറത്തിരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള വോയിസ് ഐസൊലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. ഔട്ട്ഡോറിൽ നിന്ന് ഫോൺ സംസാരിക്കാനാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കേൾക്കാനും പറ്റും. അപ്പുറത്തിരിക്കുന്നവർക്കും യാതൊരു രീതിയിൽ ഇങ്ങനെ ആരും പറയൂല. ഞാൻ വിളിച്ചവരാരും അങ്ങനെ ചോദിച്ചില്ല. അവർ തന്നെ പറഞ്ഞു നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരെയാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. ഇനി ഇത് മേടിച്ചിട്ട് ശാസാമ്പ്രോ നിങ്ങൾ പറഞ്ഞ തള്ളൊന്നും അല്ലല്ലോടെ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഇതാണ് അതിൻ്റെ ട്രബിളും മറ്റതൊക്കെ വേണം. ഇങ്ങനെയാണ് വരുന്നേക്കുന്നത് കേട്ടോ ഈക്വലൈസർ. ട്രബിൾ മിഡ് ബേസ്. ഇറ്റ്സ് ആക്ച്വലി സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഒന്ന് ബേസ് ചെറുതായിട്ടൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നൈസാണ്. അല്ലാത്തവർക്ക് നേരെ ബാലൻസ്ഡ് ഇടാം, അല്ലാത്തവർക്ക് ക്ലാരിറ്റി ഇടാം, അല്ലെങ്കിൽ പിന്നെ ലെസ് ബേസ് ഇടാം. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ബേസ് കുറച്ച് കളയും. അത്രയ്ക്കൊന്നും ബേസ് കുറയ്ക്കേണ്ട. ഹെവി ബേസ് ഇടരുത്. ഓൾറെഡി ബേസ് ഹെവിയാണ്. അതിൻ്റെ കൂടെ ബേസ് ഹെവി ബേസും കൂടെ ആയിക്കഴിഞ്ഞാൽ കോമഡി ആയി പോകും. അപ്പോൾ ഇതാണ് എൻ്റെ. പിന്നെ വോളിയം ഈക്വലൈസർ, എൻഹാൻസ് ബേസ് ആൻഡ് ട്രബിൾ ഫ്രീക്വൻസി അറ്റ് ലോവർ വോളിയം ലെവൽസ് എന്നൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ വരുന്നുണ്ട്. മോണോ ഓഡിയോ വരുന്നുണ്ട്. പിന്നെ ഓഡിയോ സ്വിച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നുണ്ട്. മോർ ഇതിൽ സെറ്റിങ്സിലും ഫേംവെയർ അപ്ഡേറ്റ്, മൾട്ടി പോയിൻ്റ്, അതായത് ഒരേ സമയത്ത് 2 ഡിവൈസസ് പെയർ ചെയ്യാൻ പറ്റുന്ന പരിപാടി. ഇനിയർ ഡിറ്റക്ഷൻ, പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ പോസാവുന്ന പരിപാടി. ഇത്രയൊക്കെയാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓഡിയോ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ഹെഡ്ഫോൺസ് ക്യാൻ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ബിറ്റ്വീൻ ഓഡിയോ സോഴ്സ് ബേസ്ഡ് ഓൺ വാട്ട് യു ആർ ഡൂയിങ്. നമ്മൾ ചെയ്യുന്ന പണി അനുസരിച്ചിട്ട് അത് മാറുമെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഓഡിയോ സ്വിച്ച് വർക്ക്സ് ഫോർ കോൾസ് ആൻഡ് മീഡിയ ഓൺ കമ്പാറ്റബിൾ ഡിവൈസസ്. ദീസ് ഡിവൈസസ് നീഡ് ടു ബി പെയർഡ് ടു ദ സെയിം ഗൂഗിൾ അക്കൗണ്ട് ആസ് യുവർ ഹെഡ്ഫോൺസ്. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സ്. ഞാൻ പറയും, നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയും, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധനം. ഇറ്റ്സ് നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്. ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും തരാതെ വേണ്ട സാധനങ്ങൾ. പാട്ട് കേൾക്കാൻ നല്ലത്, മൈക്ക് ക്ലാരിറ്റി നല്ലത്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെയുണ്ട്, കൊള്ളാം. അത്യാവശ്യം നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള സാധനങ്ങളൊക്കെ
ഈ പറഞ്ഞ AC-യുടെ സൗണ്ട്, ഫാനിൻ്റെ സൗണ്ട് ഒക്കെ കട്ട് ചെയ്തിട്ട് സംസാരിക്കണതൊക്കെ കേൾക്കാൻ പറ്റും. അപ്പുറത്തുള്ളവനൊക്കെ സംസാരിച്ച് പോകേണ്ടതൊക്കെ കേൾക്കാൻ പറ്റും. കാക്കയുടെ മറ്റേ ഹൈ ഫ്രീക്വൻസി ഒക്കെ കേൾക്കാം, കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കാം. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം ഒരു ആംബിയൻ നോയ്സിനെ കംപ്ലീറ്റ്ലി റിഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ANC. അഡാപ്റ്റീവ് ഇതുണ്ടല്ലോ, മറ്റേ ആംബിയൻ സൗണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത്, അതും കുഴപ്പമില്ല. കുറച്ചൊരു ആർട്ടിഫിഷ്യാലിറ്റി വരുന്നുണ്ട്, അത് ഭയാനക മോശമല്ല. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്പിൾ എയർപോഡ്സ് 3 Pro 2 Proൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ നിന്നിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. അങ്ങനെ നോക്കുമ്പോൾ പോരാ, അല്ലാത്ത വശം കൊള്ളാം. അതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ സാധനം. ബാറ്ററി മാറ്റാം, പാട്ട് കേൾക്കാനും കൊള്ളാം, മൈക്ക് കൊള്ളാം, ഹൈ എൻഡ് മറ്റേ സാധനമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള സാധനം. നിങ്ങൾ പിക്സൽ യൂസേഴ്സിനെ ശ്രദ്ധിച്ചാൽ മതി, അവരെ ഫോണും അങ്ങനെയാണ്. ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല, സോഫ്റ്റ്വെയർ കിടിലം, പിന്നെ ബാറ്ററി ലൈഫ് കുഴപ്പമില്ല, ചാർജിങ് സ്പീഡ് ഇല്ല. ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് അവരെ ഫോൺ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ അതേപോലത്തെ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു സാധനം, നല്ല ഫിറ്റ്, നമുക്ക് യാതൊരു രീതിയിൽ ഇറിറ്റേഷനോ സാധനങ്ങളോ നമ്മൾ ചെവി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇറ്റ്സ് വെരി കംഫി, ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് ഞാൻ പറയും, നിങ്ങൾ പിക്സൽ യൂസേഴ്സ് ആണെങ്കിൽ യു വിൽ ലവ് ഇറ്റ് മോർ. അല്ലാത്ത വശം ബാക്കിയുള്ള ബ്രാൻഡുകൾക്ക് അറിയാം വേറെ ഏത് ഹെഡ്സെറ്റ് എടുക്കണമെന്ന്. ഇപ്പോൾ തന്നെ 5000 റേഞ്ചിൽ തന്നെ നല്ല ഹെഡ്സെറ്റുകളുണ്ട്. ഞാൻ നേരത്തെ അന്ന് കാണിച്ച റിയൽമിയുടെ സാധനമൊക്കെ അതൊക്കെ ഉണ്ട്. നിങ്ങൾക്കതും മേടിച്ചോ, ബഡ്ജറ്റ് അനുസരിച്ച് സാധനങ്ങൾ മേടിക്കുക. ഐഫോൺ ഉള്ളവ ഇതെടുക്കരുത്, ദൈവത്തിന് വറുത്ത്. നിങ്ങളുടെ ജീവിതം ഒന്നെങ്കിൽ ബീറ്റ്സ് അല്ലെങ്കിൽ എയർപോഡ്സ്. സാംസങ് ഉള്ളവൻ്റെയും ഗതി അത് തന്നെ. ഹൈ എൻഡ് ക്വാളിറ്റി സൗണ്ടും ഫീച്ചേഴ്സും വേണോ, സാംസങ്ങിൻ്റെ ബഡ്സ്. അല്ലാത്ത വശം സാംസങ്ങിൻ്റെ ബഡ്സ് ഒന്നും വാങ്ങിച്ചിട്ട് OnePlus ഇടരുത്. ഞാൻ അതിൻ്റെ വീഡിയോയിൽ വരുന്നുണ്ട്. ആ വീഡിയോ എടുത്തപ്പോൾ പറ്റിപ്പോയൊരു അബദ്ധത്തിലാണ് അത് ഇത്രയും നാൾ ഡിലേ അടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കത്തും എന്തുകൊണ്ടാണ് ഞാൻ അത് പറയണതെന്ന്. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ വെച്ചിട്ട് സാംസങ് ബഡ്സ് 4 മേടിക്കരുത്. സാംസങ്ങിൻ്റെ ഫോൺ ഇസ് ഈക്വൽ ടു സാംസങ് ബഡ്സ് 4 Pro. ഓക്കെ, പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. OnePlusൻ്റെ യൂസർ ആണെങ്കിൽ OnePlusൻ്റെ ബഡ്സ് ഉണ്ട്, അത് മേടിയിര്. പിക്സൽ യൂസർ ആണെങ്കിൽ ദിസ് ഇസ് എ ഡാം ഗുഡ് പ്രോഡക്റ്റ് ഫോർ യു. ഇറ്റ്സ് വെരി നൈസ്, വെരി സിമ്പിൾ, വെരി ഹമ്പിൾ. ഐ ലവ് ഇറ്റ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റിയും നല്ല മൈക്കും നല്ല ANC-യും നല്ല ഫിറ്റും നല്ല ലുക്കും. ഈ റെഡ് കളർ ഒരു രക്ഷയില്ല. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മേടിക്കേണ്ടവർക്ക് ഐറ്റിനെറ്റി പോവാം. ഫൈസലിക്ക ഉണ്ട്, എൻ്റെ പേരൊന്നും പറയണ്ട, ഒന്നും കിട്ടൂല, ഞാനും കാശ് കൊടുത്തിട്ട് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കുക. ചിലപ്പം ചോദിക്കുക വല്ല 500 കുറഞ്ഞ് കിട്ടിയാൽ തന്നെ വന്ന് ഷാസ്ബ്രോ പേര് പറഞ്ഞ് നമ്മൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയെന്നൊക്കെ താഴെ വന്ന് പറയണം കേട്ടോ, അല്ല പറയാതെ പോകരുത്. അപ്പോൾ എന്താണെങ്കിലും പിക്സൽ ഡിവൈസസ് എനിക്കിനി ഫൈസലിക്ക മാത്രമേ ഉള്ളൂ, വേറെ വഴിയില്ല. ഫ്ലിപ്കാർട്ട് എന്തൊരു കോപ്പാണ് കാണിക്കണതെന്ന് ഒരു പിടിയുമില്ല. എടേ, ആമസോണിന് ഈ സെയിം പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകുക, അവർക്ക് പ്രശ്നമില്ല, പിന്നെ നിനക്കൊക്കെ എന്നടേ പ്രശ്നം? ഇത്രയും തൊലിഞ്ഞ സർവീസ് തരണ ഒരു കോപ്പിലെ ഒരു സാധനം, ഒന്നും പറയാനില്ല എനിക്ക്. അവന്മാരെ ഫോൺ വിളിക്കാൻ പോലും ആ ഫ്ലിപ്കാർട്ടിൽ ഒരു നമ്പർ പോലും ഇല്ല കസ്റ്റമർ കെയറിന്. നീ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. എനിക്കെന്തായാലും സാധനം ഇഷ്ടപ്പെട്ട് വല്ല ലിങ്കോ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ഞാൻ ഇടാൻ പോണ ലിങ്ക് ഫ്ലിപ്കാർട്ടിൻ്റെയാണ്. എന്തൊരു ഗതികേടെന്ന് ആലോചിക്കുകയാണ്. മിക്കവാറും എല്ലാ ചെറുക്കന്മാരും പോയി നോക്കുമ്പോൾ അവരെയും പിൻകോഡിൽ അവർ സാമാനം അയക്കൂല എന്ന് പറയും. അപ്പം പിക്സൽ ഡിവൈസസ് മേടിക്കേണ്ടവർക്ക് ഐറ്റിനെറ്റി പോവാം. കേരളത്തിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അവിടെയൊക്കെ പോയിട്ട് മേടിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനമൊക്കെ യൂസൊക്കെ ചെയ്യാൻ തോന്നും. ബഡ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഫോണൊക്കെ അവിടെ ഇരിക്കണുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് യൂസൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഇതിലോട്ട് വരാം. അപ്പോൾ അതാണ് എനിക്ക് ഗൂഗിൾ പിക്സലിൻ്റെ ബഡ്സ് 2A പറ്റി പറയാനുള്ള വളരെ നൈസായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു സാധനം വിത്ത് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ചെയ്തിട്ട് ഒരു ലൈക്ക് അടിക്കുക എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. ബൈ ദ ബൈ.